കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ പറഞ്ഞ ആ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗം നമ്മളിന്നിവിടെ കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. കാരണം നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കും, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സകലതും അതാ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞ, യേശുവിനെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എന്നെ യേശുവിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ സ്വർഗത്തിൽ കർത്താവ് ഇങ്ങനെ തങ്കു എന്ത് ചെയ്യും, തങ്കു ആണ്ട് ഇറങ്ങാൻ പോവുക. അങ്ങോട്ട് ആ വണ്ടിയുടെ പെട്രോൾ നോക്കിക്കേ, എന്തൊക്കെയാ കർത്താവൻ. എന്നെക്കാളും വിചാരം ആർക്കാ? അടുത്തിരിക്കാരനോട് പറയണ, സഹോദരിയേക്കാളും സഹോദരിയെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരാളുണ്ടെന്ന്. നമ്മൾ വിചാരപ്പെടുന്നത് നാളെ നമ്മുടെ ആ കുഞ്ഞിൻ്റെ ഫീസ് എങ്ങനെ കൊടുക്കും. ആ സ്കൂളിൽ ചേർക്കുന്ന മുമ്പേ ആ കുഞ്ഞ് പഠിച്ച് ഇറങ്ങാനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാ ആ സ്കൂളിൻ്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നെ. അതാ ജീവനും ഭക്തിക്ക് വേണ്ടിയ സൂപ്പർ നാച്ചുറൽ. ഞാൻ നമ്മളെല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാ വഴികളും സല്യൂഷനും സൂപ്പർ നാച്ചുറലാണ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർത്തോണം, സ്വാഭാവികമായിട്ടല്ല, അസ്വാഭാവികമായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഡോക്ടർമാർ പറയാം ഇതാ കുഴപ്പം, അത് സ്വാഭാവികമാണ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്നിലെ പരിശുദ്ധാത്മാവ് എൻ്റെ മൃത ശരീരത്തിന് ജീവൻ നൽകുന്നതാ. അസ്വാഭാവികമായ ആരോഗ്യം ഒന്ന് പറഞ്ഞ, എൻ്റെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യമാണ്. നല്ലപോലെ ഒന്ന് പറഞ്ഞ, പരിപൂർണ. ചേർന്ന് കർത്താവിനെ ആർത്തു വിളിച്ച് സ്തോത്രം ചെയ്ത കർത്താവിന് എന്നോട് സ്നേഹമാ. അതാ പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നത്, ഇനിയും എൻ്റെ ജഡത്തിലുള്ള ജീവിതം, the life now I live in the flesh is by faith in the Son of God. വിശ്വാസത്താല, ദൈവപുത്രനിലുള്ള വിശ്വാസത്തിൽ. ചുമ്മാ വന്ന വിശ്വാസമല്ല. എനിക്കൊരു കാര്യം, അവൻ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു. ആ മരണവും പുനരുത്ഥാനം, ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ നാച്ചുറലി പ്രൊവൈഡഡ്. പക്ഷേ കർത്താവിൻ്റെ പദ്ധതി നിങ്ങളും ഞാനും നിത്യത വരെയും പോകാനാ. നിത്യജീവന്റെ കാഴ്ചപ്പാട് എന്ന് വിശ്വാസികളുടെ ഉള്ളിൽ നിന്ന് മാറുവോ, അന്ന് ജാതികളെക്കാളും ജഡികന്മാരെക്കാളും മോശമാണ് നിങ്ങളും ഞാനും. നിങ്ങളും ഞാനും എന്നേക്കും ഭൂമിയിൽ കഴിയാനുള്ളവരല്ല. അതേസമയത്ത് ഭൂമിയിലുള്ള മറ്റുള്ളവരെ പോലെ പ്രത്യാശയില്ലാത്ത ജനവുമല്ല. നിങ്ങൾക്കും എനിക്കും ഒരു കാര്യം ഉറപ്പായിട്ടറിയാം, നിങ്ങളും ഞാനും യേശുവിൻ്റെ കൂടെ എന്നേക്കും വാഴേണ്ടിവരാ. യേശുവിനെ മുഖാമുഖം കാണേണ്ടിവരാ. യേശുവിനെ സ്നേഹിക്കുന്നവർ അവരുടെ ഉള്ളിൽ എപ്പോഴും ആഗ്രഹം കർത്താവിനെ കാണണമെന്നാണ്. വിശ്വാസ ജീവിതം വല്ല വിധേനയും ഇവിടെ കഴിയാനുള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പ്ലാനിങ്ങാണ്. ഈ ലോകത്തിൽ 5 വർഷവും 10 വർഷം മുമ്പേ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. വിവേകമില്ലാത്തവരല്ല, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമുള്ളവരാണ് നിങ്ങളും ഞാനും.
അടുത്ത 5 വർഷത്തിൽ എന്നാ നടക്കാൻ പോകുന്നത്, അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. 10 വർഷം പ്ലാൻ ചെയ്യണം. അപ്പോൾ തന്നെ കർത്താവ് ഇന്ന് വന്നാൽ എൻ്റെ അക്കൗണ്ട് സെറ്റിലായിരിക്കണം. ബൈ ബൈ പറയാൻ തയ്യാറായിട്ടാണ് നടക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ആ പ്രത്യക്ഷതയാ കർത്താവിൻ്റെ വരവ്, എൻ്റെ നിത്യയുടെ ഉറപ്പ്. അതിനെക്കുറിച്ചാണ് പത്രോസ് പറയുമ്പം പറയുന്നത്, ഇത്രയും വലിയ രക്ഷ ദൂതന്മാർ പോലും ഉറ്റി നോക്കുക. പഴയ നിയമ പ്രവാചകന്മാർ അവർ ഉറ്റി നോക്കിയിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളാൽ ഇന്ന് ദൈവം തന്നെ അറ്റസ്റ്റ് ചെയ്യുക. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ രക്ഷയെക്കുറിച്ച്, ആ സ്നേഹത്തെക്കുറിച്ച് 2 വചനം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28 മുതൽ. ദൈവം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലതും എത്ര പേർക്ക് ഉറപ്പുണ്ട്? സകലം. എൻ്റെ ജീവിതത്തിൽ ഉറപ്പില്ലാത്തവരോട് ഞാൻ പറയാം, ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞിരിക്കുക. ഏറ്റവും വലിയ അത്ഭുതമാണ് വിളിച്ചിറക്കിയത്. വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ പരിപൂർണ ഉത്തരവാദിത്തം ഇറക്കിയവനാണ്. അതാ യേശു പറഞ്ഞത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരഞ്ഞെടുത്ത ആള് എന്നെ മാത്രമല്ല തിരഞ്ഞെടുത്തത്, 4-ാം തലമുറ ഇപ്പോഴേ കണ്ടു കഴിഞ്ഞിരിക്കുക. ഒരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് പറയാം, ഗ്യാരണ്ടി, നമ്മളെക്കാളും മെച്ചപ്പെട്ട സ്ഥാനത്തായിരിക്കും നമ്മുടെ മക്കള്. അതിനേക്കാളും മെച്ചമായിരിക്കും അവരുടെ മക്കള്. അവരുടെ മക്കളുടെ സമയമാകുമ്പോൾ അവരൊരു രാജ്യമായി മാറും. വേറെ ഒന്നിനെ, ഇപ്പം നാളെ നിങ്ങൾക്ക് സാമ്പത്തിക വിടുതൽ ഉണ്ടാകുമോ എന്നുള്ള ഗ്യാരണ്ടി ഇല്ല, പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതും അവൻ എൻ്റെ ഉപനിധിയാന്ന് പറയുവാനുള്ള ധൈര്യവും ഉറപ്പ് ഇന്ന് പകൽ എനിക്കുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യും. വേറെ നിർമ്മിത കഥകളിലല്ല വിശ്വസിച്ച്, കളിത്തമാശല്ല ഈ രക്ഷ. തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തം ചീന്തി എന്നെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ വീണ്ടെടുക്കുന്ന പദ്ധതി ചെറിയൊരു പദ്ധതിയല്ല, വൻ പദ്ധതിയാ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു കാര്യം അറിയാം, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ നന്മ റെഡിയാക്കിയ കർത്താവ് വെച്ചിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. സകലതും. ചില കാര്യങ്ങളിൽ നമുക്ക് മനപ്രയാസം വരും, സ്വാഭാവികം. നമ്മൾ പ്ലാൻ ചെയ്ത തരത്തിൽ കാര്യം നടക്കാതിരിക്കുമ്പം ഒരു ചെറിയ മനപ്രയാസം. നമ്മൾ ഇങ്ങനെയാണ് വിചാരിച്ച, പക്ഷേ ഇങ്ങനെയാണ് നടന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇങ്ങനെ നടക്കുമായിരുന്നേ കുഴഞ്ഞാന്നേ. ഇങ്ങനെ നടക്കുന്ന ചോദിക്കുന്നതിനും അത്യന്ത ഒന്ന് പറഞ്ഞ, ഞാൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ചെയ്യുന്ന ആളെയാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം. നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ പറയത്തില്ല, ഒരു അബദ്ധം പറ്റിയതാണ്. ഒരു അബദ്ധം പറ്റത്തില്ല. ദൈവ മക്കൾക്ക് അബദ്ധം പറ്റത്തില്ല. അവരുടെ ഓരോ ചോടും കൽപ്പിക്കുന്നത് ഇറക്കിയവനാണ്. കുറച്ചുകൂടെ ഞാനൊന്ന് ആലോചിച്ച് ചെയ്യായിരുന്നെങ്കിൽ ഒരു 10,000 രൂപ ലാഭിക്കായിരുന്നു. 10,000 കൂടുതലൊന്നും അല്ല, അതങ്ങനെ ലാഭിക്കാൻ പോകുന്നില്ലായിരുന്നു. അത് നടന്നത് നന്നായി, പുതിയൊരു അനുഭവം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ജീവിതത്തിൽ ഏത് വിഷയം, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാം, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ച പോലെ നടന്നില്ലല്ലോ, ഭാരപ്പെടരുത്. കാര്യം കർത്താവ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കർത്താവ് തരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും far above. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒരിക്കലും ഈ കാര്യങ്ങൾ നമ്മളെ പിടിച്ചെടുക്കരുത്. പക്ഷെ നമ്മുടെ നോട്ടം കർത്താവേ അങ്ങയുടെ കൂടെ വാഴുവാൻ.
അങ്ങ് എന്നാ വരുന്നേ? കർത്താവിൻ്റെ സാന്നിധ്യം തരുന്ന കോൺഫിഡൻസ്, കർത്താവിൻ്റെ കൂടെ നടക്കാനുള്ള അനുഭവം, ഇത്രയും വലിയ രക്ഷ. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. നമ്മൾ ലോകത്തിന് അനുരൂപരാകാതെ കർത്താവുമായിട്ടൊന്ന് ചേർന്ന് നടന്നേ. ഇവിടുത്തെ കാര്യങ്ങളിൽ വിചാരപ്പെടേണ്ട. എല്ലാത്തിനും കർത്താവ് അത്ഭുത വഴി കണ്ട വെച്ചിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. കർത്താവ് താൻ വായിച്ചേ. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, നമ്മുടെ മധ്യത്തിൽ നടന്നിട്ടുള്ള അത്ഭുതം അടയാളങ്ങൾ അത് മുഴുവൻ ഉറപ്പിക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യത്തിലും, വീണ്ടും ഞാൻ ആവർത്തിക്കാം, ഒരു കാര്യത്തിലും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. പിന്നെയും ഞാൻ പറയുന്നു, സന്തോഷിപ്പീൻ. കാരണം നിങ്ങളുടെ സൗമ്യത, ലെറ്റ് യുവർ ജെന്റിൽനെസ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഒരു വിഷയം വരും, അയ്യോ എന്നെ പറ്റി മുഴുവൻ തീർന്നല്ലോ പറയാനല്ല. നിങ്ങളുടെ സൗമ്യത, ആ വിഷയത്തിൻ്റെ ഇടയിലും നിങ്ങളുടെ ജെന്റിൽനെസ്. എൻ്റെ കർത്താവും ഒടയനും എന്നോട് പറഞ്ഞിരിക്കുന്നത്, അവൻ പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അത് നല്ല ബെസ്റ്റായിട്ടാണ് തീർക്കുന്നത്. റിയാക്ട് ചെയ്യുന്നവരല്ല നമ്മൾ, ആക്ട് ചെയ്യുന്നവരാണ്. ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പം, ഞാൻ പണ്ട് ഇവിടുന്ന് ബോംബെ നിന്ന് കൊച്ചിയിലോട്ട് യാത്ര ചെയ്യുക. പ്ലെയിന് കൊച്ചി എയർപോർട്ടിൽ വന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 3-4 കറക്കായി, 5 കറക്കായി, 5 മിനിറ്റായി. അത് കഴിഞ്ഞപ്പം പൈലറ്റ് ഒരു ചെറിയ അനൗൺസ്മെൻറ്റ്, അയാൾ ചെയ്ത അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത, അയാൾ ചെറിയൊരു അനൗൺസ്മെൻറ്റ്. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങാനുള്ള സാധ്യതയില്ല. ഞാൻ അടുത്ത എയർപോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ അരമണിക്കൂർ യാത്രയാണ്. എന്നാൽ പ്ലെയിൻ പറക്കാൻ 15 മിനിറ്റുള്ള ഇന്ധനമേ ഉള്ളൂ. എങ്ങനെ ഇരിക്കും? പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നിലത്ത് വല്ലതും ആണെങ്കിൽ ഇത് കേട്ടാൽ നമ്മൾ ചിരിക്കും. മോളിലേ അരമണിക്കൂറേ ഉള്ളൂ യാത്ര. പ്ലെയിൻ പറക്കാൻ 15 മിനിറ്റുള്ള ഇന്ധനമേ ഉള്ളൂ. ഇവിടെ ഇറങ്ങാനും പറ്റത്തില്ല. കുറേ പേരും കാറാൻ തുടങ്ങിയോ, ഊവാൻ തുടങ്ങി, ബഹളം. ഞാൻ ചോദിക്കട്ടെ, ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് മുമ്പിലിരിക്കുന്ന പൈലറ്റും ആണ്ടേ പോയേ എന്ന് പറയുകയാണെങ്കിൽ എന്നെ ഇരുന്നാനേ, ഓടിക്കുന്ന ആളും കൂടെ 15 മിനിറ്റ് ഉള്ളേ മുഴുവൻ പോയേ, പ്ലെയിൻ അപ്പം തന്നെ ഇടിച്ച് താഴെ വീഴും. ജനങ്ങൾ ബഹളം വെക്കുക. പൈലറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തൻ്റെ ഉള്ളിൽ സമാധാനത്തിൽ ഈ പ്ലെയിനിനെ സുരക്ഷിതമായി ഇറക്കാനുള്ള പദ്ധതിയാണ്. അതാണ് നിങ്ങളുടെ സൗമ്യത. സത്യാവസ്ഥ വലിയ ഗുരുതരമാണ്. പക്ഷെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം, നീ ആയിരിക്കുന്ന ഭവനത്തിൻ്റെ ഉത്തരവാദിത്തം എല്ലാം നിങ്ങളുടെയും എൻ്റെയും കയ്യിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സൗമ്യത. സന്തോഷിപ്പീൻ, എല്ലാം ഇപ്പോഴും പിന്നെ ഞാൻ പറയുന്നത് സന്തോഷിപ്പീൻ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും. ഏതായാലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ക്ലിയറൻസ് കിട്ടി, നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുക. കൊച്ചി തന്നെ ലാൻഡ് ചെയ്തു. നിങ്ങളും ഞാനും ആയിരിക്കുന്ന ഇത്രയും വലിയ രക്ഷ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയണം, കൈ വിടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിചാരപ്പെടേണ്ട എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നിനെ കുറിച്ചും. അതിന് വേറെ വല്ല അർത്ഥമുണ്ടോ? ഗ്രീക്കിലോ ഹീബ്രുവിലോ വല്ലതും ഇല്ല. ഹല്ലേലൂയ. പക്ഷേ വിചാരപ്പെടേണ്ട ഒരു സാധനമുണ്ട്. അതിനും വിചാരപ്പെടേണ്ട, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും വലിയ രക്ഷ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, എത്ര വലിയ ദോഷമായത്, അത്രയും വലിയ ദോഷമായത്. നമ്മുടെ ജീവിതം കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ അവിടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരൊറ്റ എണ്ണം എവിടെയോ കുഴിച്ചിട്ട സ്ഥലത്തല്ല, അവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനോട് കൂടെ മറിഞ്ഞിരിക്കുന്നു. കർത്താവ് വരുമ്പോൾ അവരുടെ താഴ്ചയുള്ള ശരീരം രൂപാന്തരം പ്രാപിച്ച് തന്നോട് അനുരൂപരാക്കി തീർക്കുന്ന വലിയ ദിവസം വരുന്നു. കർത്താവ് താൻ സംസാരിച്ച്, പ്രവാചകന്മാർ സംസാരിച്ച പോലെയല്ല, കർത്താവ് ക്ലിയർ പറഞ്ഞു താൻ എന്താ രക്ഷയെക്കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. യേശു പറഞ്ഞതാ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും നിശ്ചയം. എങ്ങനെയും തല്ലിക്കൂട്ടി മോനെ ലോകയാത്ര കഴിച്ചേച്ച് മോളി വരാനല്ല എൻ്റെ കർത്താവ് പറഞ്ഞത്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും നിശ്ചയം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യും. ആർത്ത് വിളിച്ചെന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താൽ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും പറഞ്ഞു. ഞാൻ തന്നെ ഒരു വലിയ അടയാളമാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞു, ഞാൻ തന്നെ, എൻ്റെ ജീവിതം തന്നെ വലിയൊരു അടയാളമാ. ഹല്ലേലൂയ. മനസാക്ഷി രക്തം കൊണ്ട് ക്ലിയർ ആയെന്നും ഞാൻ സ്വർഗത്തിൽ ഇത്രയും വലിയ രക്ഷ. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ഇത്രയും വലിയ, അടുത്തേക്ക് നാൾ പറയട്ടെ, ഏറ്റവും വലിയ അത്ഭുതം നടന്നിരിക്കുകയാണ്. ബാക്കിയെല്ലാം ചെറിയ അത്ഭുതമാ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരിക്കലും ജീവിതത്തിൽ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ജീവിതത്തിൽ എൻ്റെ ഒരു ദിവസം പോലും പരാജയമല്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം ജയത്തിന്റെ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഈ സഹോദരിക്ക് 4 വർഷമായിട്ട് തേങ്ങയുടെ വലിപ്പത്തിൽ വയറ്റിലൊരു മുഴ ഉണ്ടായിരുന്നു. ഇന്നലെ യൂട്രസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ 4 വർഷത്തിന് മുമ്പായിരുന്നു എനിക്കത്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യണം അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഞാനത് ചെയ്തില്ല. ഞാൻ തൊട്ടറിയുന്നു, പുറത്ത് ഇങ്ങനെ കാണാമായിരുന്നു, എനിക്ക് കാണാമായിരുന്നു. അപ്പം ഇന്നലെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവർക്കും സൗഖ്യമുള്ളവർ, അപ്പം അനുഭവമുള്ളവർ ഒന്ന് പറയാൻ പറഞ്ഞു. ഇന്നലെ ഇവിടെ അനുഭവമുള്ളവർ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ തപ്പി നോക്കിയപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതായിട്ട്. അപ്പം ഇല്ല, എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ തപ്പി നല്ലോണം നോക്കും എന്ന് പറഞ്ഞു. തപ്പി നോക്കി മാറി. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും നിശേഷം അവിടെ ഇല്ല, അവിടെ ഇരുന്ന സ്ഥാനത്തും ഇല്ല. ഈ സൗകര്യം പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായി. ശരീരത്തിൽ എന്തോ ഞുള്ളി പറിച്ചു പോകുന്ന പോലെ നുള്ളി പറിക്കുന്ന കണക്കുള്ള ഒരു അനുഭവം വരുന്നില്ല ഉണ്ടായി. ഇപ്പൊ അവിടെ അതില്ല, മുഴയില്ല, നല്ല വലിപ്പമുള്ള ഒരു തേങ്ങയുടെ അത്ര വരുന്നു, തേങ്ങയുടെ അത്രയും വലിപ്പത്തിലുള്ള ഒരു മുഴയായിരുന്നു. കർത്താവ് അത് പറിച്ചെടുത്ത് കളഞ്ഞു. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. തോമസ് കുട്ടിയുടെ ഈ സഹോദരി ആടിനെയും കൊണ്ട് പോകുമ്പോൾ മറിഞ്ഞു വീണിട്ട് നട്ടലിന് പരിക്ക് പറ്റി 1.5 മാസം വെയിറ്റ് ഇട്ട് വീട്ടിൽ കിടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം വീട്ടിൽ കിടക്കുകയായിരുന്നു. മകളാണ് ഈ കാര്യം ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ ഇവിടെ കൊണ്ടുവന്നു, പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇന്ന് രാവിലെ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്തിട്ടാണ് ഈ മകള് ഇപ്പോൾ വന്നിരിക്കുന്നത്. പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. ആ മകള് കരയാണ്. ശരിയാണ് ബ്രദറെ, ശരിയാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 1.5 മാസം കൊണ്ട് വെയിറ്റ് ഇട്ട് കിടക്കുകയായിരുന്നു. ആഹാരം എൻ്റെ അരിക്കെ കൊണ്ടു തരണമായിരുന്നു. ഇവിടുന്ന് വരുമ്പോഴും ഞാൻ എന്തിയായിരുന്നു വരുന്നത്. സിസ്റ്റർ ഇങ്ങോട്ടൊന്ന് കയറി വരാവോ? ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ഓടി വന്നേ. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇന്നലെ ഇവിടെ വന്നു, അത്ഭുത സൗഖ്യം കർത്താവ് കൊടുത്തു. അപ്പോൾ മക്കളോടിഞ്ഞ് വരാവോ? ഓ,
സ്തോത്രം, സ്തോത്രം. ആടിനെ കൊണ്ട് പോയപ്പോൾ മറിഞ്ഞു വീണതാ. അങ്ങനെ വെയിറ്റ് ഇട്ട് കിടന്നതാ. സിസ്റ്റർ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ വന്നപ്പോഴേ ഞാൻ ഏന്തിയാ വന്നത്. ഇവിടുത്തെ ഒരു സഹോദരി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച്. അന്നേരം പറഞ്ഞു, മോളെ നീ ഭയപ്പെടേണ്ട, നീ വീട്ടിൽ പോകുന്ന നിനക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ്, നീ അറച്ച് നടക്കരുതെന്ന് പറഞ്ഞ്, നീ വേഗത്തിൽ നടക്കാൻ പറഞ്ഞ്. ആ സഹോദരി ഇവിടെ ഉണ്ട്. എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിലെ ജോലിയുടെ വൈകിട്ട് ഞാൻ ചെയ്തു, ഇനി രാവിലെ ഞാൻ ചെയ്തു. ഇനി എല്ലാം എൻ്റെ കർത്താവിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ 1.5 മാസമായിട്ട് ജോലി ചെയ്യത്തില്ല? ഒന്നും ചെയ്യത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ 2 അച്ഛനുമായിരുന്നു ചെയ്യുന്നത്. എന്തായിരുന്നു അമ്മയുടെ അവസ്ഥ? നടക്കത്തോലില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയാൽ റെസ്റ്റ് ചെയ്തോണം, ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. അങ്ങനെ എല്ലാം തന്നെ എണ്ണിക്കാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ഞാനും പപ്പയും കൂടെ ആയിരുന്നു ഇതെല്ലാം ചെയ്തത്. ഇപ്പം ദൈവം പൂർണ്ണമായും സൗഖ്യം കൊടുത്തു. മോൾ ഇന്നലെ ഉണ്ടായിരുന്ന മീറ്റിംഗ് ഒരു അങ്കിൾ എന്നോട് പറഞ്ഞ് അമ്മയ്ക്കൊന്നും വരത്തില്ല, അമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ ചെന്ന് മോൾ പ്രാർത്ഥിക്കണം, മോൾക്ക് നല്ലൊരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞു. വീട്ടിൽ ഇന്ന് വരുമ്പോൾ മോൾ ഈ സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു എന്നോട്. ഇന്നലെ അമ്മ എല്ലാ ജോലിയും ചെയ്ത് ഇന്നലെ ഇവിടുന്ന് വന്നതിന് ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പുറകെ കിടന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ മൊത്തം ജോലിയും ചെയ്യുകയും ചെയ്ത് 1.5 മാസമായി. സിസ്റ്റർ ഇവിടെ ഏന്തിയാ വന്നതെന്ന് പറഞ്ഞല്ലോ. ഏന്തിയാ വന്നത്. ഒന്ന് നടന്നേ സ്റ്റേജ് വഴി. ഇങ്ങോട്ടും നടന്നേ സന്തോഷത്തോടെ നടന്നേ. എന്തൊരു അത്ഭുത കർത്താവ് ചെയ്ത്. എത്ര മനോഹരമായ സന്ദേശമല്ലേ, എന്തൊരു അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവർ, യേശുവിൽ ആശ്രയിക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് ഇതുപോലെ ആ സഹോദരിയെ പോലെ തന്നെ ആവശ്യമായിട്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഒട്ടും ഭാരപ്പെടരുത്, യേശുവിൽ ആശ്രയിക്കാം. ആ സഹോദരിക്ക് കിട്ടിയതുപോലെ ഒരു അത്ഭുത വിടുതൽ എന്ന് നിങ്ങൾക്കും കിട്ടാൻ പോവുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ നടച്ചാട്ടെ. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങളോട് കൂടെ അങ്ങയുടെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. തളർച്ച ബാധിച്ച വ്യക്തികൾ ഇപ്പോൾ തന്നെ കിടക്ക വിട്ട് എഴുന്നേറ്റ് വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ശരീരത്തിൻ്റെ തളർച്ചകൾ മാറട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ, ആരോഗ്യവും ബലവും വരട്ടെ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സന്ധികളിൽ വേദനയാൽ, വാതരോഗം മൂലം സന്ധികളിൽ വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ഓരോ സന്ധികളിലും വാദം മൂലം ഡീഫോമിറ്റി വന്ന വ്യക്തികൾ, ആ രൂപം മാറ്റം വന്ന വ്യക്തികളുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ആ കാർട്ടിലേജ് ഗ്രോത്ത് ഇപ്പോൾ തന്നെ ഉരുകി മാറട്ടെ. ആ കാലുകളൊക്കെ ആ നോർമൽ പൊസിഷനിലേക്ക് വരട്ടെ. നട്ടെല്ലിൻ്റെ വേദന ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യം, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വരട്ടെ. കർത്താവെ, ശ്വാസതടസ്സം, വലിവ് മൂലം വളരെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വലിവ് രോഗം വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുത വിടുതൽ നൽകിയിരിക്കാൻ സ്തോത്രം. ബിസിനസ്സുകാരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സാമ്പത്തികമായ വിടുതലുകൾ, സാമ്പത്തികമായ സമൃദ്ധി, അനുഗ്രഹം ഇപ്പോൾ തന്നെ അവരുടെ മേൽ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ ഞാൻ വിളിച്ചു വരുത്തുന്നു. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അത്ഭുത വിടുതൽ തന്നിരിക്കാൻ നന്ദി. എല്ലാം ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. എല്ലാം യേശുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ചെക്ക് ചെയ്ത് നോക്കിയോ, ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞു. ആ സൗഖ്യം തിരിച്ചറിയുമ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു പറയുവാൻ മടിക്കരുത്. അതുപോലെ തന്നെ വിസകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ സാക്ഷ്യം വിളിച്ചു പറയണം. ആ ജോലി ലഭിച്ചാൽ ഉടൻ തന്നെ സാക്ഷ്യം വിളിച്ചു പറയണം. അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് മൂടി വയ്ക്കരുത്, അടങ്ങിയിരിക്കരുത്, നിങ്ങൾ വിളിച്ചു പറയണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.